ദൈവിക വാഗ്ദത്തം പ്രാപിച്ചെടുക്കുക. റിസീവ് ഗോഡ്സ് പ്രോമിസസ്. ദൈവം ഇഷ്ടം പോലെ വാഗ്ദത്തങ്ങൾ ദൈവമക്കൾക്ക് തന്നിട്ടുണ്ട്, തരുന്നുമുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന വചനങ്ങൾ ഡെലിവറൻസ് മിനിസ്ട്രിയുടെയാണ്. പ്രയാസത്തിലിരിക്കുന്ന അനേക കുടുംബങ്ങൾക്ക് ദൈവനാമത്തിൽ വെളിച്ചം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഈ വചനം അയക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അത്. പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്നിൽ കൂടെ പ്രവർത്തിക്കുന്നത്. പല സ്ത്രീകളും വിളിച്ച് പറയാറുള്ള ഒരു പ്രശ്നം, അവരുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞില്ല, മോടെ കഴിഞ്ഞില്ല, മക്കൾക്ക് പെൺമക്കൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ല, ഭർത്താവിന് ജോലി ശരിയല്ല, പിന്നെ ചിലർ പറയും മക്കൾ കള്ളു കുടിക്കും, പണസംബന്ധമായ ഭാരങ്ങൾ. സത്യം പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കമില്ല. ഈ സ്ത്രീകൾ ഈ രാത്രി സമയം മുഴുവനും, ഇവൻ നമുക്കും അങ്ങനെ. അപ്പോൾ ഈ പറയുമ്പോൾ, എന്നെ വിളിച്ച് പറയുമ്പോൾ ആദ്യം ഒരു ടോപ്പിക്കായിരിക്കും പറയുന്നത്, മോടെ കല്യാണം നടന്നില്ല. പിന്നെ നമ്മൾ അവരോട് ഇച്ചിരി കൂടി ഇൻ്ററാക്ട് ചെയ്യുമ്പം പിന്നെ പറയും മോൻ്റെ കാര്യത്തിൽ പ്രയാസമുണ്ട്, ഭർത്താവിൻ്റെ കാര്യത്തിൽ. അപ്പം വീട്ടിലുള്ള എല്ലാ പ്രശ്നവും പറയുമ്പോൾ ഒരു 5-6 എണ്ണം പറഞ്ഞു വെച്ചോ, മാഡം അങ്ങ് പ്രാർത്ഥിച്ചോ എന്നങ്ങ് പറയും. ഇത് പലരും ചെയ്യാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്കും ഇങ്ങനെ തന്നെയാണ്. രാത്രി കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ചിന്ത തുടങ്ങും, ഒരു നെഗറ്റീവ് തുടങ്ങിയാൽ പിന്നെ അതിങ്ങനെ സ്പൈറൽ പോലെ താഴോട്ടങ്ങ് പോകും. അങ്ങനെ താഴോട്ട് പോകുന്നതിൽ നിന്നൊരു വിടുതൽ ആരെങ്കിലും പറഞ്ഞില്ല എങ്കിൽ നമ്മൾ താഴ്ന്നു പോവും, നശിച്ചു പോകും. അവിടെയാണ് വചനം കടന്നു വന്നിട്ട് ഈ വചനമാകുന്ന വാള് കൊണ്ട് അതിനെ അങ്ങോട്ട് വെട്ടി മാറ്റി വെച്ച്, ദൈവം ചെയ്ത നന്മകൾ നീ ഓർക്കുന്നില്ലേ എന്ന് ദൈവം ഇങ്ങോട്ട് പറയുന്നത് പോലെ നമുക്ക് തോന്നിക്കണം. അതുവരെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ ഒരു ചിന്തയെ അഴിച്ചു മാറ്റാൻ കൂടിയാണ് വചനം എന്ന് അയക്കുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് സുഖമായിട്ട് നിദ്ര അല്ലെങ്കിൽ സുഖമായ ഉറക്കം തരുമെന്ന് സങ്കീർത്തനം 4:8 പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് സുഖമായ ഉറക്കം ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും പറയാം എത്ര നാളായി സുഖമായിട്ട് ഉറങ്ങിയിട്ടെന്ന്. പല സ്ത്രീകളും പറയാറുള്ളൂ. ഇത് എന്നും കേൾക്കുന്ന ഞാനും. സ്വന്തം ഭർത്താക്കന്മാരും ഇത് പറയും, നീ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് ഉറക്കമില്ല. പുരുഷന്മാർക്കും ഉണ്ട് ഈ പ്രശ്നം, മക്കൾക്കും ഉണ്ട്. അപ്പോൾ ഇത് എവിടെയാണ് ഈ ബന്ധനം കിടക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ വസിക്കുന്നുവെന്നും 2 തരത്തിലുണ്ട്. യേശു ക്രിസ്തു കടന്ന് വിസിറ്റ് ചെയ്തേച്ച് കാര്യങ്ങൾ എഴുതിയേച്ച് അത് കഴിഞ്ഞ ഉടനെ നമ്മൾ പറഞ്ഞു വിടും, പൊയ്ക്കോ. അതല്ല, അത് വിസിറ്റേഷൻ എന്നതിന് പറയുന്നത്. ചർച്ചിലൊക്കെ നമ്മൾ കുർബാന എടുക്കുമ്പം തക്ക സമയത്ത് നമ്മളെല്ലാവരും വലിയ ഭവ്യതയോടെ നോക്കി, കാരണം ദിസ് ഈസ് എ വിസിറ്റേഷൻ. വരികയാണ് ഒരാളിങ്ങോട്ട് വരുമ്പോൾ സ്വീകരിക്കുന്ന ആ ഒരു ഭവ്യത അല്ലെങ്കിൽ സ്നേഹം കാണിക്കുക. കർത്താവ് വരുന്നത് അങ്ങനെയല്ല. കർത്താവ് വരുന്നത് എൻ്റെ കൂടെ വസിക്കാനാണ്. വിസിറ്റേഷനും കൂടെ താമസിക്കുന്നതും തമ്മിൽ 2 വലിയ വ്യത്യാസമുണ്ട്. വന്ന ദൈവം എൻ്റെ കൂടെ വസിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്ന എത്ര പേരുണ്ട്. അപ്പം നമ്മൾ ഏതൊരു ഫംഗ്ഷൻ നടത്തിയാലും പ്രാർത്ഥന നടത്തുമ്പം കർത്താവ് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ പൊക്കോണം. അതല്ല ഇന്നു മുതലുള്ള വചനം എടുക്കുന്നത്. കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ഭവനം അല്ലെ എൻ്റെ ഹൃദയം ക്രിസ്തു വസിക്കുന്ന ഭവനം. ദൈവം വരുന്നത് ഭവനം ഉണ്ടാക്കുവാനാണ്. ആ ഭവനം സ്ഥാപിക്കുന്നതും അതിൻ്റെ ഫൗണ്ടേഷൻ ഇടേണ്ടതും ക്രിസ്തുവിൻ്റെ വചനത്തിൽ. അപ്പം ജോഷുവയുടെ ബുക്കിൽ ഈ വാക്യമാണ് കുറേ ദിവസം എടുക്കാൻ പോകുന്നത്. ജോഷുവയുടെ 3:10 ഇങ്ങനെയാണ് വായിക്കുന്നത്. യോശുവ പറഞ്ഞാൽ എന്തെന്നാൽ, യോശുവ പറയുകയാണ്, ഇസ്രായേൽ ജനത വ്യത്യാസമൊന്നുമില്ല, നമ്മുടെ കൂട്ടൊക്കെ തന്നെ, ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. ജീവനുള്ള ദൈവം എന്ന് പറഞ്ഞാൽ മരിച്ച ദൈവമല്ല. ഈ ദൈവം മരിച്ച ശരീരത്തിൽ നിൽക്കത്തുമില്ല. അത് ഉറപ്പിച്ച് നമ്മൾ പറയണം. മരിച്ച ശരീരത്തിൽ ഈ ദൈവത്തിന് ഇരിക്കാനൊക്കത്തില്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് കനാന്യർ, ഹിത്യർ, ഹിഫ്യർ, പെരിസ്യർ, ഗിർഗശ്യർ, അമോര്യർ, സെബൂര്യർ എന്നിവരെ നീക്കിക്കളയും. അത് നിങ്ങൾ ഇതിനാൽ. അപ്പോൾ ഏകദേശം 7 ശത്രുക്കളെ. അപ്പോൾ 7 പ്രശ്നം പറഞ്ഞാൽ നമ്മൾ കിടക്കാൻ പോയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത്? 7 പ്രശ്നം. ഒരു പ്രശ്നമാണെങ്കിൽ കർത്താവ് പറയുമോളെ ഇത് ഇങ്ങോട്ട് താ. ഒന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ 7 എണ്ണം പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ദൈവം തമ്പുരാൻ പറയുന്ന വാക്കുകൾക്ക് നമ്മൾ എത്രമാത്രം പ്രസക്തി അല്ലെങ്കിൽ എത്രമാത്രം അതിൽ വിശ്വസിക്കുന്നു. ഈ ജോഷുവയെ തന്നെ നമ്മൾ നോക്കുമ്പം ജോഷുവയ്ക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ഈ ടാബർനക്കിളിൽ കർത്താവിൻ്റെ സമാഗമന കൂടാരത്തിൽ മോശ പോയിരിക്കുമ്പോഴും പിന്നെ മലയുടെ മേളിൽ പോകുമ്പോഴും ഒക്കെ ജോഷുവ ഒളിച്ചിരിക്കും. ജോഷുവ അന്ന് ചെറുതാണ്. അപ്പോൾ ഈ മോശ കണ്ട ആ ദൈവത്തെ തന്നെ ജോഷുവ ഒളിച്ചിരുന്ന് കണ്ടിട്ടുണ്ട്. ദൈവം അത് വേണ്ടെന്ന് പറയുന്നില്ല, അത് വളരെ അനുവദിക്കുകയാണ്. കാരണം ജോഷുവ വരേണ്ടിയ വ്യക്തിയാണ്. അപ്പം ജോഷുവയോട് മോശ മരിച്ചു കഴിയുന്ന സമയത്ത് 1-ാം അധ്യായത്തിൽ ദൈവം തമ്പുരാൻ പറയുന്നു, 3:5,
നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്നോട് എതിർത്ത് നിൽക്കത്തില്ല. നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കയില്ല. ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം ഈ ജനത്തിന് അവകാശമായി വിഭാഗിക്കും. എന്തു മനോഹരമായിട്ടുള്ള, വളരെ ക്ലിയറായിട്ടുള്ള ഇൻസ്ട്രക്ഷനല്ലേ ദൈവം കൊടുക്കുന്നത്. ഈ ജനതയുടെ നന്മ കൊണ്ടൊന്നും അല്ല, ഞാനൊരു വാഗ്ദത്തം, അതായത് ദൈവത്തിൻ്റെ വാഗ്ദത്തം തന്നിട്ടുണ്ടോ? എൻ്റെ പൊന്നെ, ഒരു ദൈവം ഒരു വാഗ്ദത്തം തന്നോ, പിറ്റേ ദിവസം അല്ലെ അന്ന് രാത്രി തൊട്ട് തുടങ്ങും ശത്രുവിൻ്റെ പ്രവർത്തനം, യുദ്ധമാണ്. പിന്നെ പല വാഗ്ദത്തങ്ങളും പ്രാപിച്ചെടുക്കാതെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിലെങ്ങനെയാണ്, ഏത് താക്കോലാണ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാത്തതിനാൽ എല്ലാം കൂടെ നമ്മൾ കുഴച്ചു മറിച്ച് നമുക്ക് ജീവിക്കാൻ അറിയാം. എന്നെ നമ്മൾ ഡിറക്റ്റ് ചെയ്യാൻ ദൈവമായ പാത ഇതാണെന്നും പറഞ്ഞ് കൊണ്ടുപോകാൻ ഒരു ജോഷുവ മുമ്പിലില്ല. ജോഷുവയ്ക്ക് മുമ്പിൽ ഒരാളുണ്ടായിരുന്നു. ആര്? മോശ ദൈവത്തിൻ്റെ കൂടെ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് വാങ്ങിച്ചെടുത്ത് 40 ദിവസം സീനായ് മലയുടെ മുകളിൽ നിന്നിട്ട് ദൈവം പറഞ്ഞത് വ്യക്തമായിട്ടും വരച്ചെടുത്തു കൊണ്ട് വന്നിട്ട് 10 കൽപ്പന തൻ്റെ കൈകൊണ്ട്, അതായത് ദൈവത്തിൻ്റെ കൈകൊണ്ട് സ്ലേറ്റിൽ എഴുതിക്കൊണ്ട്, അതായത് കല്ലിന്മേൽ എഴുതിക്കൊണ്ടുവന്ന് കൊടുത്ത മോശ മുമ്പിൽ നിൽക്കുമ്പം ജോഷുവയ്ക്ക് ജീവിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പം മോശ മരിച്ചുപോയി. അതാണ് പലപ്പോഴും ഈ അമ്മമാർ മരിക്കുമ്പോഴൊക്കെ വീട്ടിലൊരു ഓർഫനേജിൻ്റെ ഒരു അനാഥത്വ സ്പിരിറ്റ് കയറി വരും. അയ്യോ ഇത്ര നാളും, അതുകൊണ്ട് സത്യമാണ്, അമ്മമാർ ജീവിച്ചിരിക്കുന്ന എത്ര പ്രായമുള്ളവരാണെങ്കിലും അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മക്കൾക്ക് എന്തോ ഒരു തണലുള്ള പോലെ ഒരു ഫീലിംഗാണ്. അവർ ഏത് പ്രായത്തിലാണെങ്കിലും ചിലപ്പോൾ 95 വയസ്സായിരിക്കും. മരിച്ചു കഴിയുമ്പം പെട്ടെന്ന് തോന്നിക്കും നമ്മുടെ ഒരു മേളിലൊരു അംബ്രല്ല ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കുട ഉണ്ടായിരുന്നു, മാറിപ്പോയെന്ന്. നാച്ചുറലായിട്ട് എല്ലാവർക്കും, ഏത് വിശ്വാസികൾക്കും ഇത് ഉണ്ടാകുന്നുണ്ട്. കാരണം അവരുടെ പ്രാർത്ഥന ഒരു തണലാണ്. അറിഞ്ഞോ അറിയാതെയോ അവരെങ്ങനെയാണേലും അവർ നമ്മുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം ദൈവം ഈ വാഗ്ദത്തങ്ങളൊക്കെ തന്നിട്ടും നമുക്ക് പ്രാപിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ വയ്യാത്തത് മുമ്പിൽ ഒരാൾ ഡയറക്റ്റ് ചെയ്ത് കാണിക്കാത്തതുകൊണ്ട് മാത്രമാണ്. മോശമില്ലായിരുന്നെങ്കിലോ ജോഷുവ ഒന്നും നേടൂലായിരുന്നു. അപ്പോൾ ജോഷുവ ഇല്ലായിരുന്നെങ്കിലോ സ്ഥലങ്ങളൊന്നും എടുക്കത്തില്ലായിരുന്നു. ജോഷുവയാണ് വാഗ്ദത്ത ഭൂമികൾ 12 ഗോത്രത്തിന് എടുത്ത് യുദ്ധം ചെയ്ത് കൈ കൊടുത്തത്. അത് വളരെ പ്രധാനം. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഒരു മോശ വേണം, ഒരു ജോഷുവ വേണം. ഇതൊക്കെ പഴയ നിയമം എന്തിനാന്ന് ചോദിച്ചാൽ, പഴയ നിയമം ക്രിസ്തു, അതായത് മനുഷ്യജാതിയെ മുഴുവനും രക്ഷിക്കാൻ യേശുക്രിസ്തു വന്നതിൻ്റെ പഴയ നിയമത്തിൽ അതിൻ്റെ നിഴലായിട്ട് നിൽക്കുമ്പോൾ തൻ്റെ ജനതയാകുന്ന ഇസ്രായേലിനെ ഫറോ എന്ന് പറഞ്ഞ ദുഷ്ടശക്തിയുടെ കയ്യിൽ നിന്നും രക്ഷിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ അവകാശത്തെ സ്ഥിരപ്പെടുത്തി കൊടുക്കുക ചെയ്ത്. അതാണ് ഈ കുറേ ദിവസത്തേക്ക് ഇനി എടുക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഇതിന് ഉപവാസവും പ്രാർത്ഥനയും നല്ല തീക്ഷ്ണമായ ദീർഘമായ വിഷനോടുകൂടി ഞാനിത് പ്രാപിച്ചെടുക്കും. അയക്കുന്ന വചനങ്ങൾ, ഞാൻ ഇന്നോട്ട് അയക്കുന്ന വചനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട്, ഈ ജാബസ് പ്രെയർ ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഒരു 40 ദിവസം ഉപവാസം പ്രഖ്യാപിക്കുക, ഞാനിത് പ്രാപിച്ചെടുക്കും. ഞാൻ ഇതേ പ്രാർത്ഥന പല പ്രാവശ്യം അങ്ങനെ പലരും പ്രാപിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതാണിപ്പോൾ ആവശ്യം. ഞാൻ എൻ്റെ ദൈവസന്നിധിയിൽ കുറച്ച് ദിവസം ഈ വചനങ്ങൾ കേട്ടിട്ട്, ഈ വചനം ഇങ്ങനെ നമ്മൾ ഈ വചനം കേൾക്കുന്നത്, അതായത് വിശ്വാസം കേൾവിയുണ്ട്. വിശ്വാസത്തിന് ഉപയോഗിക്കുന്ന ഒരു അവയവം ചെവിയാണ്. ഈ ചെവി കണ്ണല്ല. കാഴ്ച കൊണ്ട് യേശുവിനെ നേരിട്ട് കണ്ടിട്ടും സംശയമുള്ള വ്യക്തികളുണ്ടെന്ന് ഓർക്കണം. പക്ഷെ കേൾവി, ഒരു പേർ ചൊല്ലി വിളിച്ചാൽ, നമ്മൾ ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും എൻ്റെ മാഡത്തിൻ്റെ ശബ്ദം മാഡം അല്ലേ TV പറയാറുള്ളതെന്ന് ചോദിക്കും. കാരണം എൻ്റെ മുഖം കാണുന്നതിൽ കൂടുതൽ എൻ്റെ ശബ്ദമാണ്. ഓരോ വ്യക്തിയുടെയും ശബ്ദം വ്യത്യാസമുണ്ട്. ആ ഒരു വൈബ്രേഷൻ, അത് ദൈവം പ്രത്യേകം ഇട്ടിരിക്കുന്ന ആ ജീവൻ ആ ഒരു വ്യക്തിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വോയിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ദൈവം നമ്മളോട് പറയുന്നു, ഞാൻ ഇന്ന് മുതൽ നിൻ്റെ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കാൻ ജോഷുവയും മോശയും വന്നതുപോലല്ല, യുദ്ധവീരനായി ജയിച്ച സേനയുടെ അധിപൻ നിൻ്റെ മുമ്പിൽ നിൻ്റെ കൈക്ക് പിടിച്ച് ഞാൻ കൊണ്ടുപോകും, ഞാൻ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കും. ആ ഒരു ഉറപ്പ് എനിക്കുണ്ട്. ആ ഒരു ഉറപ്പ് നമുക്ക് വരണം. അത് വരുന്നിടം വരെ യുദ്ധമാണ്. 2 ചിന്തകളാണ്. ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട്, കർത്താവേ ഞാനിത് വിഷയം നിന്നെ ഏൽപ്പിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. നോ മാറ്റർ വാട്ട്. എത്രയോ പേരാണ് ഉറക്കം വരുന്നില്ലെന്ന് പറയുന്നത്. ദുഷ്ടാത്മശക്തികളെ അടിച്ചു മാറ്റി വെച്ച്, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ കൂടെ വസിക്കുന്നു.
വിസിറ്റേഷൻ അല്ല. വിസിറ്റേഷൻ മീൻസ് ഒരു ഗസ്റ്റായിട്ട് വരിക മാത്രം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹീ ഈസ് ഗോയിങ് ടു സ്റ്റേ വിത്ത് മീ. ആ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് തൊട്ട് നമുക്ക് വചനം കേൾക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അധിക ശക്തിയോടെ കർത്താവിൻ്റെ സാന്നിധ്യം എല്ലാ ശത്രുക്കളെയും മാറ്റാൻ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നമുക്കത് പ്രാപിച്ചെടുക്കാൻ തക്കോണം ഇന്ന് മുതൽ ബലം പ്രാപിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അധിക ശക്തിയോടെ സേനയുടെ അധിപനായ ദൈവം, ജീവനുള്ള ദൈവം, ജീവനുള്ള ശരീരത്തിലാണ് വസിക്കുന്നതെന്ന് വ്യക്തമായിട്ടും പറഞ്ഞു പഠിപ്പിച്ചല്ലോ കർത്താവേ. ജീവനുള്ള വ്യക്തികളാണെങ്കിൽ എന്ത് വരണം? പരിശുദ്ധാത്മാവ് വരണം. പെന്തക്കോസ്തി എല്ലാം കഴിഞ്ഞ് ഞങ്ങളിൽ ആത്മാവ് വന്ന് പുതുക്കത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കളാണ് ഞങ്ങളൊക്കെ. മറ്റ് സഭകൾ എപ്പോഴും പെന്തക്കോസ്തിയിൽ ആചരിക്കുന്നവരാണ്. എന്താണേലും പരിശുദ്ധാത്മാവ് വന്നത് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുമ്പ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വീണ്ടും റീപ്ലെനിഷ് അല്ലെങ്കിൽ റിജുവനേറ്റ് ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ ഒന്നും കൂടെ ശക്തപ്പെട്ട് നിൽക്കുകയാണ് കർത്താവ്. നിൻ്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുമ്പോൾ എല്ലാ തടസ്സവും അഴിഞ്ഞു പോകും. വാഗൊണ്ട് പറയണം കർത്താവ്, ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ശത്രുവിൻ്റെ സകല തന്ത്രങ്ങൾ അഴിഞ്ഞു പോകട്ടെ. എല്ലാ ദുഷ്ടശക്തികളും കർത്താവെ, ജോഷുവ 3:10 പറയുന്നത് പോലെ എല്ലാ കനാന്യ സ്പിരിറ്റോട്, ഹിബ്യർ, ഹിത്യർ, പെരിസ്യർ, എല്ലാ അമോര്യർ, എല്ലാ ദുഷ്ട സ്പിരിറ്റും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറിയേ ഒക്കത്തുള്ളൂ. അത് മാറിയൊക്കത്തുള്ളൂ. ജോഷുവയുടെ വരം നീ ഞങ്ങൾക്ക് തന്നതാണ്. മോശയുടെ വരം ഞങ്ങൾക്ക് തന്നെ. ക്രിസ്തുവിൽ ക്രൂശിൽ ഇതിലെല്ലാം ജയമെടുത്തതിനാൽ ഞങ്ങളത് വാങ്ങിച്ചെടുക്കുന്നിടം വരെ എൻ്റെ അടുക്കൽ നിന്ന് മാറാതെ നിന്ന് പ്രാപിച്ച് ഓരോന്നായിട്ട് ഞങ്ങൾ പ്രാപിക്കുക തന്നെ മറ്റുള്ളവർക്കും കൂടെ പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണം. വഴിയും വാതിലും സത്യവുമാകുന്ന ദൈവം ഇതാ മുമ്പിൽ പോകുന്നു. ഞങ്ങൾ നിന്നെ ഫോളോ ചെയ്യുക അപ്പച്ച. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഇന്നു മുതൽ ഒരു ഗസ്റ്റായിട്ട് വരല്ലേ അപ്പച്ച. ഞങ്ങളുടെ ഭവനങ്ങളിൽ ഒരു അതിഥിയെപ്പോലെ ജീവിക്കാതെ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഉള്ളിൽ, ഞങ്ങളുടെ സൈഡിൽ, ഞങ്ങളുടെ മക്കളുടെ കൂടെ, ഭർത്താക്കന്മാരുടെ കൂടെ, ഭാര്യമാരുടെ കൂടെ അപ്പച്ചൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും നിൽക്കുന്നു. ഈ തോട്ടത്തിൽ ദൈവമുണ്ട്. കൃപ വേണമപ്പ, കൃപ വേണം. നിൻ്റെ കൃപയില്ലാതെ വിശ്വാസവും വരുത്തിക്കത്തില്ല. കൃപയിൽ പൊതു ഞങ്ങളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് സ്തോത്രം. അത് ചെങ്കടൽ 2 മുറിച്ച് ഞങ്ങളെ അവിടെ എത്തിക്കുന്നതിന് സ്തോത്രം. ഒരു ജോഷുവ കടന്നു വരട്ടെ അപ്പച്ച. വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്കാനുള്ള കഴിവുള്ള പുരുഷന്മാർ, മക്കൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടായി വരട്ടെ അപ്പച്ച. നാഥൻ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. സ്ത്രീകൾ പുരുഷത്വം കാണിക്കട്ടെ അപ്പച്ച. നിൻ്റെ വചനത്തിൽ നല്ലവണ്ണം നങ്കൂറമിട്ടുകൊണ്ട് മുൻപോട്ട് പോവുക. ആത്മാവ് അത് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടുത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.